അയ്യോ വണക്കം. കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ മുതലാളിയായിട്ടുള്ള CJ റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളൊക്കെ ഇപ്പോൾ തുടരുകയാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. CJ റോയ് എന്തിനാണ് മരിച്ചത് എന്നുള്ള ചോദ്യത്തിന് ഏകദേശം ഉത്തരമൊക്കെ കിട്ടിക്കഴിഞ്ഞു. കടം കയറി മുടിഞ്ഞു, ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കാൻ പൈസയില്ല, അങ്ങനെ അടിമുടി നിക്കക്കള്ളി ഇല്ലാതിരിക്കുമ്പോഴാണ് എൻ്റെ സാമ്രാജ്യത്തിൻ്റെ കീയും ബാധ്യതകളുടെ ലിസ്റ്റും നിങ്ങളെ ഏൽപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം മരണമടഞ്ഞത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. കേരളത്തിലെ മാധ്യമങ്ങൾക്ക് PR ചെയ്യാനായിട്ട് വാരിക്കോരി കൊടുക്കുന്നത് കൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ മനോരമയൊക്കെ മാറ്റി എഴുതി തുടങ്ങിയിട്ടുണ്ട്. മനോരമയൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളും അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. പോട്ടെ, നല്ല കാര്യം തന്നെ. പിന്നെ ഇതൊരു സോഷ്യൽ മീഡിയ യുഗമായതുകൊണ്ട് ഇങ്ങനെ ആരെയും വെളുപ്പിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. കാരണം ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ സോഷ്യൽ മീഡിയയിലൂടെ ഉറപ്പായിട്ടും പുറത്തു വരും. നമുക്ക് എല്ലാവർക്കും അറിയാം. പണ്ടത്തെ പത്രത്തിൻ്റെ കാലമൊന്നുമല്ലല്ലോ. പത്രത്തിലാണെങ്കിൽ തീപ്പന്തലിൽ 90 വയസ്സായ അമ്മുമ്മയെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് പത്രക്കാർക്ക് ഇഷ്ടമില്ലാത്ത ആളെക്കുറിച്ച് വാർത്ത എഴുതാനായിട്ട് സാധിക്കും. പക്ഷേ ഇപ്പോൾ അങ്ങനെ സാധിക്കില്ല എന്നുള്ളതാണ്. ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ട് പ്രകാരം ഈ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ഈ CJ റോയുടെ പളപളപ്പും പോഡ്കാസ്റ്റും ഒക്കെ കണ്ടിട്ട് ഒരുപാട് സിനിമാക്കാർ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കാശ് കൊടുത്തിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ആൻ്റണി പെരുമ്പാവൂരാണെങ്കിൽ അവിടെ നിന്ന് മാറൂലായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പല റിപ്പോർട്ടുകളും ഇതിനെക്കുറിച്ച് പുറത്തു വരുന്നുണ്ട്. പല പ്രമുഖരും ഇതിനെക്കുറിച്ച് സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്, ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അതായത് മോഹൻലാലിൻ്റെ വലിയൊരു തുക, കോടികൾ CJ റോയുടെ കയ്യിലായിരുന്നുവെന്നും അതിതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല എന്നുള്ളതുമാണ് റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. അതിനു മുമ്പ് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ചെയർമാനായിട്ടുള്ള CJ റോയിയുടെ ആത്മഹത്യയിലേക്ക് നയിച്ച സംഭവത്തിൽ നിർണായകമായിട്ടുള്ളൊരു കണ്ടെത്തൽ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. അടുത്തിടെ റോയ് പ്രഖ്യാപിച്ച ചില റിയൽ എസ്റ്റേറ്റ് പദ്ധതികളുമായി ബന്ധപ്പെട്ട് റോയ് കടുത്ത സമ്മർദ്ദത്തിലായിരുന്നു എന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. 6 മാസമായി അദ്ദേഹം കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്ന് തെളിയിക്കുന്ന രേഖകൾ അന്വേഷണ സംഘം കണ്ടെത്തി എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. കടബാധ്യത ഇല്ലെങ്കിലും ദുബായിലും കേരളത്തിലുമുള്ള റിയൽ എസ്റ്റേറ്റ് പദ്ധതികൾക്കായി രാഷ്ട്രീയ നേതാക്കളിൽ നിന്നും സിനിമാ മേഖലയിൽ നിന്നും, അവിടെയാണ് പോയിന്റ്, രാഷ്ട്രീയ നേതാക്കളെ നമുക്ക് മാറ്റി നിർത്താം, അതിലോട്ട് ഞാൻ വരാം. സിനിമാ മേഖലയിൽ നിന്നും വലിയ നിക്ഷേപം അയാൾ സ്വീകരിച്ചിരുന്നു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു. ഈ നിക്ഷേപത്തിൽ കേന്ദ്ര ഏജൻസികൾ എത്തുമോ എന്ന സംശയമുണ്ടായിരുന്നു. എത്തിക്കഴിഞ്ഞാൽ പല പ്രമുഖന്മാരും കുടുങ്ങും. ഇതിനകത്ത് നീലതിമിംഗലവും വമ്പസ്രാവുകളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത്. കേന്ദ്ര ഏജൻസികളുടെ വലയിൽ റോയ് കുടുങ്ങുമെന്ന് സംശയിച്ച് ചില നിക്ഷേപകർ പണം തിരികെ ചോദിച്ചത് സമ്മർദ്ദം കൂട്ടാൻ കാരണമായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട നിഗമനം അന്വേഷണ സംഘത്തിൻ്റെ. പല ഇടപാടുകളുടെയും സ്രോതസ്സ് വെളിപ്പെടുത്താനാകാതെ കടുത്ത തീരുമാനത്തിലേക്ക് നീങ്ങി എന്നാണ് സംശയിക്കുന്നത്. ഗ്രൂപ്പ് ആസ്ഥാനത്ത് നിന്ന് നിക്ഷേപകരുടെ വിശദാംശങ്ങൾ ഉൾപ്പെടെ റോയ് എഴുതിയ കുറിപ്പുകളും ലഭിച്ചു. കൊച്ചിയിൽ നിന്നുള്ള ആദായ നികുതി ഉദ്യോഗസ്ഥൻ നഗരത്തിൽ തുടരുകയാണെന്നും സൂചനയുണ്ട്. 30-ന് നടന്ന പരിശോധനയിൽ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ രേഖകൾ ആവശ്യപ്പെട്ടതോടെയാണ് റോയിയെ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണത്തിന് പിന്നിൽ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദമാണെന്ന് പറയാറായിട്ടില്ലെന്ന് കർണാടക ആഭ്യന്തരമന്ത്രി G. പരമേശ്വര പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് അടക്കം അന്വേഷിക്കാനാണ് പോലീസ് സംഘത്തിൻ്റെ തീരുമാനം. കുടുംബാംഗങ്ങളെ വീണ്ടും ചോദ്യം ചെയ്യുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ജീവനക്കാരുടെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. ഓഫീസിലെത്തിയ സമയത്തെ സംബന്ധിച്ച് പോലും വൈരുദ്ധ്യമുണ്ട്. സുരക്ഷാ ജീവനക്കാരുടെ മൊഴി അനുസരിച്ച് ഉച്ചയ്ക്ക് 2 മണിക്ക് റോയ് ഓഫീസിലെത്തിയെന്ന് പറയുമ്പോൾ സഹപ്രവർത്തകൻ TJ ജോസഫിൻ്റെ മൊഴിയിൽ അത് 3 മണിയാണ്. വെടിയൊച്ച കേട്ടില്ലെന്ന വാദത്തിലും അന്വേഷണം നടക്കുകയാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യമെന്ന് പറയുന്നത്. റോയിയുടെ ഡയറിയിൽ നിന്ന് വ്യക്തമായി എന്തോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന സൂചന SITക്ക് ലഭിച്ചിട്ടുണ്ട്. ഡയറിയിൽ കുടുംബത്തോട് മാപ്പ് ചോദിച്ചിട്ടുണ്ട്. നിക്ഷേപകർക്ക് പണം തിരികെ കൊടുക്കണം, ജീവനക്കാരുടെ കൂടെ നിർത്തണം, ബിസിനസ് ആരെ ഏൽപ്പിക്കണം തുടങ്ങിയ കാര്യങ്ങൾ ഡയറിയിൽ വ്യക്തമായി കുറിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം ലഭിക്കുന്നുണ്ട്. ആത്മഹത്യ നേരത്തെ തീരുമാനിച്ചിരുന്നു എന്നുള്ള സൂചന ലഭിക്കുന്നുണ്ട്. റോയിയുടെ മൊബൈൽ ഫോണുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. പ്രമുഖ വ്യവസായിയായിട്ടുള്ള CJ റോയിയുടെ ആത്മഹത്യയെക്കുറിച്ച് അന്വേഷിക്കുന്ന കർണാടക പോലീസിൻ്റെ SIT കൊച്ചിയിലേക്ക് വരുന്നു എന്നുള്ളതാണ് മറ്റൊരു റിപ്പോർട്ട്. കൊച്ചിയിലെത്തുന്ന സംഘം എന്തിനാണ്? അവിടെ തെളിവെടുപ്പ് നടത്താനാണ് വരുന്നത്. കേരളത്തിലെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ഇടപാടുകൾ അടക്കമുള്ളവയാണ് പ്രധാനമായിട്ടും പരിശോധിക്കുക. പല നീലതിമിംഗലങ്ങളുടെയും നെഞ്ചെടുപ്പ് കൂടുകയാണ് എന്നുള്ളതാണ് വേറൊരു കാര്യം. ആദായ നികുതി വകുപ്പിൻ്റെ റെയ്ഡിന് പിന്നാലെ ബംഗളൂരുവിലെ പ്രമുഖ ആശുപത്രിയിൽ റോയ് വിഷാദത്തിന് ചികിത്സ തേടിയതിൻ്റെ വിവരങ്ങളും പ്രത്യേക സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം ഡിപ്രസ്ഡ് ആയിരുന്നു എന്നുള്ളതാണ് വേറൊരു കാര്യമെന്ന് പറയുന്നത്. കുടുംബ പ്രശ്നങ്ങൾ, അടുത്ത കാലത്തിന് വിഷാദത്തിന് ചികിത്സ തേടിയത്, സാമ്പത്തിക ഇടപാടുകൾ, ആദായ നികുതി വകുപ്പിൻ്റെ പരിശോധനയിലേക്ക് നയിച്ച കാരണങ്ങൾ തുടങ്ങിയവയാണ് SITയുടെ പ്രധാന അന്വേഷണ വിഷയങ്ങൾ.
കുടുംബാംഗങ്ങളാണ് 4 മാസത്തിലേറെയായി റോയ് വിഷാദത്തിന് ചികിത്സ തേടിയിരുന്നുവെന്ന് മൊഴി നൽകിയത്. ബംഗളൂരു ജയനഗർ 8 ബ്ലോക്കിലെ പ്രമുഖ ആശുപത്രിയിലായിരുന്നു റോയ് ചികിത്സ തേടിയത്. അടുത്തിടെ ചില പ്രോജക്റ്റുകളിൽ പ്രതിസന്ധിയും തിരിച്ചടിയും ഉണ്ടായിരുന്നു. ഈ പ്രോജക്റ്റുകളിൽ നിക്ഷേപം നടത്തിയ ചിലർ തുടർച്ചയായി പണം തിരികെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇതിൽ രാഷ്ട്രീയ നേതൃത്വങ്ങളുമായി ബന്ധമുള്ള നിക്ഷേപങ്ങളും ഉണ്ട് എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. പോരാത്തതിന് കൊച്ചിയിൽ അദ്ദേഹം ഒരു പ്രോജക്റ്റ് നടത്തി. ഈ കൊച്ചിയിലെ പ്രോജക്റ്റിൽ അദ്ദേഹം അതിൻ്റെ യഥാർത്ഥ വില മറച്ചു വെച്ചു. ഇതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. എന്തിനത് ചെയ്തു? ഇത് മറച്ചു വെച്ചത് സംബന്ധിച്ചും ആദായ നികുതി വകുപ്പ് പരിശോധിക്കുന്നുണ്ട്. കടം വാങ്ങാതെയാണ് എല്ലാ പ്രോജക്റ്റുകളും നടപ്പിലാക്കിയതെന്ന് റോയ് പലതവണ അവകാശപ്പെട്ടിരുന്നു. ബാങ്കുകളിൽ നിന്ന് വായ്പകൾ എടുക്കുന്ന പതിവേയില്ല. വമ്പൻ പ്രോജക്റ്റുകൾക്ക് എങ്ങനെയാണ് പണം കണ്ടെത്തിയിരുന്നതെന്നും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു കടം പോലും വാങ്ങിയിരുന്നില്ല. അപ്പോൾ ഈ വമ്പൻ പ്രോജക്റ്റിനൊക്കെ എവിടെ നിന്നാണ് പണം? അതിൻ്റെ സോഴ്സ് കാണിക്കണം എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അന്വേഷണ വിഷയം എന്ന് പറയുന്നത്. ഇനി മലയാളത്തിൻ്റെ കംപ്ലീറ്റ് ആക്ടറായിട്ടുള്ള മോഹൻലാൽ റോയിയുടെ കുരുക്കിൽ വീണോ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്. സുനിൽ പരമേശ്വരനാണ് ഈ കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. സുനിൽ പരമേശ്വരനെ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. മോഹൻലാൽ കുത്തുവാള എടുക്കുമെന്നാണ് സുനിൽ പരമേശ്വരൻ പറയുന്നത്. പണം മുഴുവൻ CJ റോയിയുടെ കയ്യിലാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഭക്ഷണം കഴിച്ചിറങ്ങി വരുമ്പോൾ ഒരാൾ ചോദിച്ചു അത്രേ, സ്വാമി മോഹൻലാൽ കുത്തുവാള എടുക്കുമല്ലേ എന്ന്. ഇത് സുനിൽ പരമേശ്വരൻ പറയുന്നതാണ് കേട്ടോ. യാതൊരു മടിയുമില്ലാതെയായിരുന്നു ചോദ്യം. അയാളോട് ഞാൻ തിരിച്ചു ചോദിച്ചു, നിങ്ങൾ മോഹൻലാലിനോട് കഥ പറഞ്ഞിട്ട് അദ്ദേഹം ഡേറ്റ് തന്നില്ലേ, അല്ലെങ്കിൽ കഥ കേൾക്കാൻ തയ്യാറായില്ലേ എന്ന്. അങ്ങനെയല്ല, ഞാൻ ഇങ്ങനെ ഒരു വാർത്ത കേട്ടു, മോഹൻലാലിൻ്റെ പണം മുഴുവൻ മരിച്ച CJ റോയിയുടെ കയ്യിലായിരുന്നുവെന്ന്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ പ്രശ്നമെന്ന് ഞാൻ തിരിച്ചു ചോദിച്ചു എന്ന് സ്വാമി പറയുന്നു. മോഹൻലാലിന് ദൈവം കൊടുത്തതാണ് പണം. റോയുമായുള്ള സൗഹൃദത്തിൻ്റെ പേരിൽ അദ്ദേഹം റോയിക്ക് കൊടുത്തു കാണും. അത് തിരിച്ചു കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും മോഹൻലാലിന് ഒരു കുഴപ്പവും സംഭവിക്കില്ല. ഇതുപോലെ 1000 റോയിമാർ വിശ്വാസവഞ്ചന കാണിച്ചാലും ചതിച്ചാലും പറ്റിച്ചാലും മോഹൻലാൽ കുത്തുവാള എടുക്കൂല എന്നാണ് നമ്മുടെ സുനിൽ പരമേശ്വരൻ സ്വാമി പറയുന്നത്. ആൻ്റണി പെരുമ്പാവൂർ വരുന്നതിന് മുമ്പുള്ള ഒരു നല്ല പീരീഡ് അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന, അദ്ദേഹം സൂപ്പർ ഹിറ്റ് സിനിമകൾ ചെയ്ത കാലത്ത് ഒരു പൈസ പോലും കൊടുക്കാതെ അദ്ദേഹത്തെ കൊണ്ട് അഭിനയിപ്പിച്ച് അത്തരത്തിൽ മടങ്ങിയ ചെക്കുകൾ ധാരാളമുണ്ട് എന്നും സുനിൽ പരമേശ്വരൻ സ്വാമി പറയുന്നു. അതിനു മുകളിൽ തലയണ വെച്ച് കിടക്കാമെന്ന് തമാശ കേട്ടിട്ടുണ്ട്. മോഹൻലാൽ ആരുടെ പേരിലും കേസ് കൊടുക്കാൻ പോയില്ലല്ലോ. അതേസമയം ദിലീപ് നടൻ ദിനേശ് പണിക്കർക്കെതിരെ കേസ് കൊടുത്തു. ദിനേശ് പണിക്കർ ഒരു സിനിമാ പ്രൊഡ്യൂസറാണ്. ഒരു ദിവസം അദ്ദേഹത്തെ പിടിച്ച് അകത്തിട്ടില്ലേ എന്നും സുനിൽ പരമേശ്വർ സ്വാമി പറയുന്നു. മോഹൻലാൽ അതിന് പോയില്ലല്ലോ. മോഹൻലാലിൻ്റെ ആസ്തി എന്ന് പറയുന്നത് ഭൂമിയും സ്വത്തും പണവുമല്ല, ആ മനസ്സിൻ്റെ ആസ്തി ഉണ്ടെന്നും ഞാൻ പറഞ്ഞുവെന്നും സുനിൽ പരമേശ്വരൻ സ്വാമി അഭിപ്രായപ്പെടുന്നു. ലോകത്തിൻ്റെ നന്മയും തിന്മയും ഒക്കെ നല്ലവണ്ണം തിരിച്ചറിഞ്ഞിട്ടുള്ള ആത്മീയമായിട്ടുള്ള വഴികളിലൂടെ ഒരുപാട് ദൂരം മുന്നിലേക്ക് സഞ്ചരിച്ചിട്ടുള്ള ആളാണ് മോഹൻലാലെന്നും സിനിമയൊക്കെ എന്നോ മടുത്തുപോയ ആളാണ് മോഹൻലാലെന്നും ഒരു സിനിമ ചെയ്താൽ സമയം ചോദിച്ച് പിന്നെ സംവിധായകൻ്റെ ദൃശ്യങ്ങൾക്കനുസരിച്ച് അഭിനയിച്ച് ആ സിനിമ പൊളിഞ്ഞാലും പൊട്ടിയാലും അദ്ദേഹത്തിനെ ബാധിക്കില്ല എന്നും സ്വാമി പറയുന്നു. കർമ്മം അദ്ദേഹം ഭംഗിയായി 100% ചെയ്തു പോയി. രാവിലെ 4 മണിക്ക് ഷൂട്ടിംഗ് വെച്ചാൽ തലേദിവസം രാത്രി പോലും ഉറങ്ങാതെ സെറ്റിൽ വന്നിരിക്കുന്ന മോഹൻലാലിനെ കുറിച്ച് എത്രയോ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. സംവിധായകൻ P. ശ്രീകുമാർ സാർ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തോട് 5 മണിക്ക് വരാൻ പറഞ്ഞാൽ മോഹൻലാലിന് വേണ്ടി ആരും വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. മോഹൻലാൽ 5 മണിക്ക് അവിടെ കാണും. അദ്ദേഹം കസേരയിൽ ഇരുന്ന് ഉറങ്ങുമെന്ന്. സ്റ്റാർട്ട് ആക്ഷൻ ക്യാമറ പറഞ്ഞാൽ പുള്ളി വരും, മേക്കപ്പ് ചെയ്യും. പക്ഷേ ക്യാമറയുടെ മുന്നിലേക്ക് വന്നാൽ മോഹൻലാൽ കഥാപാത്രമായിട്ട് മാറും. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും മോഹൻലാലിനെ തകർക്കാൻ കഴിയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സ് തകരില്ല എന്നാണ് സുനിൽ പരമേശ്വരൻ സ്വാമി പറയുന്നത്. എന്തോ. അപ്പോൾ ശരി.